ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മനീഷ. എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇനി വരുന്ന എക്സാംസിന് എങ്ങനെ എഫക്റ്റീവായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ പഠിക്കും എന്നതിനെ കുറിച്ചിട്ടാണ്. ഇനി PSC നടത്താനിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ് കമ്പനി ബോർഡ് LGS. അപ്പോൾ അതിൻ്റെ പ്രിലിംസ് തന്നെ വരും. അതായത് ജൂലൈയിൽ നമുക്ക് പ്രിലിംസ് ഉണ്ട് അല്ലേ, ജൂലൈയിൽ അതിൻ്റെ പ്രിലിംസ് വരും. അപ്പം മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, മാർച്ച് ഫുള്ളില്ല, മാർച്ച് പകുതിയാകും. ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം നമുക്ക് മുഴുവനായിട്ടും ഉണ്ട്. പിന്നെ മാർച്ചിൻ്റെ ഒരു പകുതിയും കൂടി ഉണ്ട്, പ്രിലിംസിൻ്റെ ഡേറ്റ് വരും. അപ്പോൾ നമുക്ക് ആ ഒരു സമയം കൊണ്ട് ഡെയിലി പഠിക്കുന്നവരുണ്ട്, പഠിച്ചു പോട്ടെ. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു നല്ല സ്കോർ മേടിക്കാമെന്ന് വേണ്ടിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നമുക്ക് എങ്ങനെ ഒരു നല്ല റാങ്കിലോട്ട് എത്താൻ സാധിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് നമുക്ക് പാറ്റേൺ മാറി എന്ന് പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും PSC മുൻവർഷ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ചോദിക്കുന്ന രീതികൾ മാറി, എങ്ങനെയൊക്കെയാണെന്നുള്ളത് മനസ്സിലായി. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചോദ്യം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ചോദ്യം 38ാം ചോദ്യം, എപ്പോഴും നമ്മൾ ഒരു കാര്യം പറയുമ്പോഴേക്കും ഏറ്റവും നല്ലൊരു ചോദ്യം എടുക്കുക. അപ്പോൾ ഈ 38ാമത് ചോദ്യം നോക്കി, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത്? ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുന്നിലുള്ള സമത്വം നൽകുന്നത്? അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്ത് നമ്മൾ ചെയ്യും? അപ്പോൾ നമ്മൾ ഇത്തരം ഒന്നെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട് ഒന്നെങ്കിൽ ഒരു OMR വെച്ചിട്ട് ചെയ്ത് നോക്കുമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബുക്കിൽ ആൻസർ മാർക്ക് ചെയ്തു പോകും. അപ്പോൾ നമ്മൾ 38ാമത്തെ ക്വസ്റ്റ്യൻ എഴുതി ഉത്തരം ഓപ്ഷൻ ബി എന്ന് മാർക്ക് ചെയ്തു, ഉത്തരം ചെക്ക് ചെയ്തു, ഓപ്ഷൻ ബി കറക്റ്റാണ്, ചെക്ക് ചെയ്തു, കറക്റ്റാണ്, എൻ്റെ ഒരു മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് അങ്ങനെ പോകും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ ആ ആൻസർ എഴുതി ഓപ്ഷൻ ബി അനുച്ഛേദം 14 നിയമത്തിന് മുന്നിലുള്ള സമത്വം എന്നുള്ളത് പഠിക്കുന്നത് കൂടാതെ തന്നെ ബാക്കി ഓപ്ഷൻസ് കൂടി നമ്മൾ പഠിച്ചു പോവുക. അപ്പോൾ നമ്മൾ ഒരു ചോദ്യം പഠിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ, ഇപ്പോൾ എങ്ങനെ പോലും ഒരു 4 പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. ഒരു ചോദ്യത്തിൽ നിന്ന് ഒരു 4 പോയിൻറ്റ്സ് എങ്ങനെ പോയാലും നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒത്തിരി അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തൊരു 100 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നില്ല, കാരണം അതിനകത്ത് കുറേ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു 50 ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുമ്പോൾ 50 × 4 200 ഫാക്ട്സ് നമ്മുടെ മനസ്സിലോട്ട് വരുവാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ 200 കാര്യങ്ങളാണ് പഠിക്കുന്നത്. നമ്മൾ അങ്ങനെ പഠിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് ബോറടിക്കില്ല. നമ്മൾ എല്ലാം ഇപ്പോൾ നമ്മളിപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കി പഠിച്ചിട്ട് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സമയം കിട്ടില്ല. 3 മാസവും നമ്മുടെ കയ്യിലുള്ളൂ. പക്ഷേ അതേസമയം നമ്മൾ ഇങ്ങനെ പഠിക്കുവാണെങ്കിൽ പല ടോപ്പിക്കുകൾ നമ്മൾ ഒരേ സമയം കവർ ചെയ്ത് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ 2-3 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴേക്കും നമുക്ക് എങ്ങനെ പോയാലും PSCയുടെ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പല കാര്യങ്ങളുണ്ട് നമുക്ക്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മളിങ്ങനെ പഠിച്ചു പോകണം. ഇപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ, എൻ്റെ പുതിയ സ്റ്റഡി വ്ളോഗ് ചാനലാണ്, ഞാനിപ്പോൾ ഇങ്ങനെ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാനിത് പഠിച്ചു തുടങ്ങുമ്പോൾ എൻ്റെ കൂടെ കൂടാനുള്ളവർക്കൊക്കെ കൂടാം. നമ്മളിപ്പോൾ ചിലർ ജോലിക്ക് പോകുന്നവരുണ്ടാവാം, അല്ലാത്തവരുണ്ടാവാം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഇതിപ്പോൾ റാങ്ക് ഫയൽ നോക്കി ചിലപ്പോൾ റാങ്ക് ഫയൽ ഉള്ളവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം. നമുക്കറിയില്ല ഓരോരുത്തരുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പോഴേക്കും കോൺസെൻട്രേഷൻ കൈവിട്ട് പോകുന്നവരുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ പഠിക്കുമ്പോൾ ഡെയിലി ഒരു 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ ഒരു വീഡിയോ പോലെ ചെയ്തിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പഠിക്കണ കണ്ടിട്ട് അയാൾ പഠിക്കുന്നുണ്ടല്ലോ എന്ന് കണ്ടിട്ട് പഠിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ കൂടെ പഠിക്കാൻ ഒരാളുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പഠിക്കുന്നവരുണ്ടാവും. പല രീതിയിലാണ് പലരും ചിന്തിക്കുന്നത്. അപ്പോൾ ഞാനും പഠിക്കുന്നു, നിങ്ങളും പഠിക്കുന്നു, നമ്മളെല്ലാവരും പഠിക്കുമ്പോഴാണ് കോമ്പറ്റീഷൻ ടഫ് ആകുമ്പോഴേ ഒരു PSC ആസ്പിരൻ്റ് എന്ന നിലയിൽ നമ്മൾ കൂടുതൽ മികച്ചതാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഒരു ചോദ്യം എടുത്തു. അപ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഉത്തരം വന്നത് ആർട്ടിക്കിൾ 14 അപ്പോൾ ആർട്ടിക്കിൾ 14 എന്നുള്ളത് റാങ്ക് ഫയൽ നോക്കിയോ SCERT നോക്കിയോ എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. ഇപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ആകാൻ നമുക്ക് റാങ്ക് ഫയൽ നോക്കുന്നതാണ് നല്ലത്. SCERT-ലുണ്ട്, അത് SCERT നമ്മൾ വായിച്ച് നോക്കണം, ഇല്ലെന്നല്ല. പക്ഷേ ഇതിപ്പോൾ നമുക്ക് റാങ്ക് ഫയൽ നോക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. നമ്മൾ റാങ്ക് ഫയൽ നോക്കി അത് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ റാങ്ക് ഫയൽ എടുക്കുക. റാങ്ക് ഫയൽ നമ്മളിവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെയാണ് മൗലിക അവകാശങ്ങൾ 1605. ഇത് ടാലൻറ്റിൻ്റെ റാങ്ക് ഫയലാണ്. ഇത് ടാലൻറ്റിൻ്റെ LDC 2024 വേണ്ടി ഞാൻ മേടിച്ച റാങ്ക് ഫയലാണ്. റാങ്ക് ഫയൽ ഞാൻ വേറെ മേടിക്കാനൊന്നും പോകുന്നില്ല, കാരണം വേറെ നല്ല ഫാക്ട്സ് അത് തന്നെയാണ്. കറണ്ട് അഫയേഴ്സൊക്കെയാണ് ഒന്ന് അപ്ഡേറ്റ് ആയിട്ടുള്ളത്. വെറുതെ റാങ്ക് ഫയൽ മേടിച്ച് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. സോ ഈ റാങ്ക് ഫയൽ വെച്ച് തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അത് ഞാൻ എൽ ഡി സി സമയത്തും അല്ല കേട്ടോ മേടിച്ചത്. എൽ ഡി സി എക്സാം കഴിഞ്ഞിട്ടാണ് ഞാനിത് റാങ്ക് ഫയൽ മേടിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അവർ ചോദിക്കുകയും ചെയ്തു, എക്സാം കഴിഞ്ഞില്ല, ഇനി എന്തിനാണ് ഈ റാങ്ക് ഫയൽ എന്നുള്ളത്. അപ്പോൾ എൽ ഡി സിയുടെ സമയത്ത് എനിക്ക് ഈ റാങ്ക് ഫയൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് 2025 ഞാൻ ഈ റാങ്ക് ഫയൽ പോയി മേടിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട്, ചേട്ടാ റാങ്ക് ഫയലിൻ്റെ ഫാക്ട്സ് ഒന്നും മാറ്റുന്നൊന്നുമില്ല, കറണ്ട് അഫയേഴ്സ് മാത്രമല്ല അപ്ഡേറ്റ് ആവുന്നുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ എന്താ നോക്കാം, നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറി. നമുക്ക് പഠിക്കാനുള്ളത് എന്തായിരുന്നു? നമുക്ക് പഠിക്കാനുള്ളത് മൗലികാവകാശങ്ങളായിരുന്നു. മൗലികാവകാശങ്ങൾ എവിടെ? മൗലികാവകാശങ്ങൾ 1605 എന്ന് പറഞ്ഞ പേജിലുണ്ട്. 1605. അപ്പോൾ 1605 പോയിട്ട് നമ്മൾ മൗലികാവകാശങ്ങൾ തപ്പി പിടിച്ചെടുക്കുക. അപ്പോൾ കുറേയൊക്കെ അയക്കുമ്പോഴേക്കും പേജ് നമ്പറൊക്കെ അങ്ങനെ പഠിക്കും കേട്ടോ. 1605 ഞാനിതിന് 1305 പോണത്. നമ്മുടെ മൗലിക അവകാശങ്ങൾ. അപ്പോൾ നമ്മൾ എന്താ, നമുക്ക് ആദ്യം പഠിക്കേണ്ടതാണ് ആർട്ടിക്കിൾ 14 നമുക്ക് ആദ്യം വേണ്ടത്. ഏതാണ് നമുക്ക് ആദ്യം വേണ്ടത്? ആർട്ടിക്കിൾ 14. അപ്പോൾ ആർട്ടിക്കിൾ 14 എന്താണ്? കണ്ടോ, സമത്വത്തിനുള്ള അവകാശം. ഈ ആർട്ടിക്കിൾ 14 എന്നുള്ള എന്തിൻ്റെ കീഴിലാണ് വരുന്നത്? സമത്വത്തിനുള്ള അവകാശമാണ്. സമത്വത്തിനുള്ള അവകാശം 14 തൊട്ട് 18 വരെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ആർട്ടിക്കിൾ 15 എന്താ? ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യനാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്നു. ആർട്ടിക്കിൾ 14 എന്താണ്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്നു. ആർട്ടിക്കിൾ 14. അപ്പോൾ ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന ആശയം ഇത് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ബ്രിട്ടനിൽ എന്ന ആശയം ബ്രിട്ടനിൽ നിന്നും, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന ആശയം അമേരിക്കയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ 2 രാജ്യങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഈക്വാലിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയും രണ്ട് രാജ്യങ്ങളിൽ നിന്നാണ്. ബിഫോർ ലോ എന്ന് പറഞ്ഞത്, ബിഫോർ ലോ ബ്രിട്ടനിൽ നിന്നിട്ടാണ്. ബിഫോർ ലോ ബ്രിട്ടനിൽ നിന്നിട്ടാണുള്ളത്. അപ്പോൾ അത് പഠിച്ചു. പിന്നെ ഈക്വാലിറ്റി ബിഫോർ ലോ എന്നതൊരു നെഗറ്റീവ് ആശയവും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നത് പോസിറ്റീവ് ആശയവുമാണ്. പിന്നെ അടുത്തത് അനുച്ഛേദം 361 പ്രകാരം പദവിയിലിരിക്കുന്ന രാഷ്ട്രപതി, സംസ്ഥാന ഗവർണർമാർ എന്നിവർക്കെതിരെ യാതൊരുവിധ ക്രിമിനൽ നിയമ നടപടികൾ എടുക്കാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ ആർട്ടിക്കിൾ 361 എന്നുള്ള കാര്യം നമ്മളിവിടെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, വിദേശ ഭരണാധികാരികൾ, നയതന്ത്ര പ്രതിനിധികൾ തുടങ്ങിയവ അനുച്ഛേദം 14 ഇളവ് ലഭിക്കുന്നു. അപ്പോൾ അനുച്ഛേദം 14 ഇവർക്കും ഇളവ് ലഭിക്കുന്നുണ്ട്. അവർക്ക് അതിൽ നിന്ന് ഇളവുണ്ട്. കാരണം എല്ലാവരും തുല്യരാണെന്നുള്ളൊരു ഭാഗം ഇവരെ സംബന്ധിച്ച് അവരതിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഇതാണ് ആർട്ടിക്കിൾ 14. അത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ വേറെ എത്ര ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്? വേറെ നമുക്ക് പഠിക്കണം ആർട്ടിക്കിൾ 17 പഠിക്കണം അല്ലേ? ഏതാണ്? ആർട്ടിക്കിൾ 17 നമുക്ക് പഠിക്കണം. അപ്പോൾ ആർട്ടിക്കിൾ 17 എന്താണ്? അറിയാമല്ലേ? എന്താണ് ആർട്ടിക്കിൾ 17? മഹാത്മാഗാന്ധി കി ജയ് എന്ന് വിളിച്ച് പറഞ്ഞ മുദ്രാവാക്യമാണ് ആർട്ടിക്കിൾ 17. അപ്പോൾ ആർട്ടിക്കിൾ 17 ഇത് ഇവിടെ കിടക്കണം, അനുച്ഛേദം 17. അപ്പോൾ ആർട്ടിക്കിൾ 17 എന്താണ്? തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവയെ നിരോധിക്കുന്നു. അതിനെക്കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 17. ഇതൊക്കെ PSC പലവട്ടം ചോദിച്ചതാണ് അല്ലേ? PSC എക്സാംസ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്നവർക്ക് അറിയാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പോൾ PSC ഇഷ്ട ഭാഗങ്ങളാണെന്നാണ് പറയുക. അപ്പോൾ ആർട്ടിക്കിൾ 17 എന്താണ്? തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നു. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസ്സാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പാണ് ആർട്ടിക്കിൾ 17. അത് മനസ്സിലായല്ലോ. പിന്നെ വേറൊരു കാര്യം ഇവിടെ പറയാനാണെങ്കിൽ, അയിത്തോചരണവുമായി ബന്ധപ്പെട്ട് പിന്നെ ഇവിടെ നിന്നുള്ള അയിത്തം എന്ന പദം ഭരണഘടനയിലും ആക്ച്വലി ഞാൻ കാര്യം പറയട്ടെ, നമ്മൾ ഈ റാങ്ക് ഫയൽ എത്ര പേജ് ഉണ്ട്? 2000 പേജ് ഉണ്ട്. ഈ 2000 പേജ് നമ്മൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടത് മാത്രം പഠിച്ചാൽ മതി. അവരുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പഠിച്ചിട്ട് നമുക്ക് ഒരിക്കലും എക്സാമിന് പോകാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും വേണ്ട കാര്യങ്ങൾ മാത്രം പഠിക്കുക. ഈ അയിത്തം എന്നൊരു പദം ഭരണഘടനയിലോ ആക്റ്റിലോ എവിടെയും നിർവചിച്ചിട്ടില്ല. അങ്ങനൊരു കാര്യം ഇല്ല. അപ്പോൾ അതൊന്നും ജസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഉണ്ടെന്നൊക്കെ അയിത്തം എന്ന പദം ഭരണഘടനയിൽ ഈ ഭാഗത്ത് പരാമർശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉണ്ടാവുമായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ അത് ഓക്കെ ആയിട്ട് ശരിയാണെന്ന് പറയും. പക്ഷേ അല്ല, അങ്ങനെ ഒരു പദം ഭരണഘടനയിലോ ഈ ആക്റ്റിലോ എവിടെയും നിർവചിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഓർത്തിരിക്കുക. പിന്നെ അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമം അനുസരിച്ചിട്ടാണ്? സിവിൽ അവകാശ സംരക്ഷണ നിയമം, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട്സ് 1955. 1955 പൗരത്വ നിയമം പാസ്സാക്കിയത്. ഓക്കെ, അപ്പോൾ ആ വർഷം തന്നെ സിവിൽ സംരക്ഷണ നിയമം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത്. അപ്പോൾ അതാണ് ആർട്ടിക്കിൾ 17 ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഏതൊക്കെ ആർട്ടിക്കിളാണ് പഠിക്കാനുള്ളത്? പിന്നെ പഠിക്കേണ്ട 2 ആർട്ടിക്കിൾ ഏതൊക്കെയാണ് നോക്കിയോ? 22 പഠിക്കണം, 24 പഠിക്കണം. അപ്പോൾ 22 എന്താണെന്ന് നോക്കാം അല്ലേ? നമ്മൾ 22 അവിടെ അതെ 22
നമ്മളിനി 22 നോക്കാൻ പോണത്. 22 എന്താണ്? നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും എതിരെ സംരക്ഷണം നൽകുന്നു. 22 എന്തിനാണ്? നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും എതിരെ സംരക്ഷണം നൽകുന്നു. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുമുള്ള അധികാരമുള്ളതാർക്കാണ്? പാർലമെന്റിനാണ് അല്ലേ? മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ്. അത് പറയാം. അതൊരു സൈഡിലൊരു ബോക്സ് പോലെ കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്നത് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 22 നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും എതിരെ സംരക്ഷണം നൽകുന്നതാണ്. അപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിന് മുന്നേ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 22. അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അറസ്റ്റിൻ്റെ കാരണം അറിയാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 22 അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അയാൾക്ക് ഇഷ്ടമുള്ള അഭിഭാഷകനെ ആലോചിക്കാനും അദ്ദേഹം മുഖേന കേസ് വാദിക്കാനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 22. അപ്പോൾ ഒരു കാര്യം ഇതിനകത്ത് കരുതൽ തടങ്കൽ എന്നുള്ളൊരു വാക്ക് പറയുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ കുറ്റം ചെയ്യുന്നതിന് മുൻപായി കുറ്റം ചെയ്യാത്ത സാധ്യത ഉണ്ടെന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികളൊന്നും കൂടാതെ വ്യക്തികളെ അറസ്റ്റ് ചെയ്യാം. ഇതിനെ കരുതൽ തടങ്കൽ എന്ന് പറയുന്നു. കരുതൽ തടങ്കലിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 22. പിന്നെ അതിൽ ഒപ്പുവെച്ചത് ആരാണ്? അത് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അന്നത്തെ രാഷ്ട്രപതിയായിരുന്നു. 1950 നിയമം വന്നത്. അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദാണ് അതിൽ ഒപ്പുവെച്ചത്. കരുതൽ തടങ്കലിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം കരുതൽ തടങ്കലിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ 3 മാസം വരെ നമുക്ക് തടവിൽ വെക്കാൻ കഴിയും. പിന്നെ എന്താണ്? 3 മാസത്തിന് ശേഷം ഈ കേസ് ഒരു ഉപദേശക സമിതിക്ക് മുൻപാകെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി AK ഗോപാലനാണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി AK ഗോപാലനാണ്. അപ്പോൾ ആർട്ടിക്കിൾ 22 ഇതാണ്. ഇനി എന്താ പഠിക്കാനുള്ളത്? ആർട്ടിക്കിൾ 24. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം PC ഓപ്ഷൻ ഇടുന്നത് പോലും PCക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് PC ഓപ്ഷൻ ഇടുന്നത്. കാരണം 14, 17, 22 ഇതൊക്കെ PSC ചോദിച്ചിട്ടുള്ള അവകാശങ്ങൾ ആർട്ടിക്കിൾസാണ്. അതേ അവർ സംഭവം ഓപ്ഷൻസായിട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം എന്നാണ്. എന്താണ് ആർട്ടിക്കിൾ 24? സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ്? ബാലവേല, ചൂഷണത്തിനെതിരായ അവകാശത്തിൽ പെട്ടതാണ്. ബാലവേലയായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ്? ബാലവേല നിരോധിക്കുന്നു. 14 വയസ്സ് താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും അപ്പോൾ ആർട്ടിക്കിൾ 24 എന്താണ്? ബാലവേല നിരോധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഏതെങ്കിലും വ്യവസായശാലയിലോ ഖനിയിലോ അപായ സാധ്യതയുള്ള മറ്റേതെങ്കിലും ഇടങ്ങളിലോ തൊഴിലെടുപ്പിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ബാലവേല ഉപയോഗിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് പറയുന്ന ഗുണമേന്മ മുദ്രയാണ് റഗ്മാർക്ക് മുദ്ര. ഇപ്പോൾ റഗ്മാർക്ക് മുദ്ര അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ്. റഗ്മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് കൈലാഷ് സത്യാർത്ഥിയാണ്. അപ്പോൾ ബാലവേല നിരോധന നിയമം ഇതിൻ്റെ വെച്ചാൽ ആർട്ടിക്കിൾ 24 എന്തിനുള്ളതാണ്? ബാലവേല നിരോധനമാണ്. പിന്നെ കുട്ടികളെ ബാലവേല ഉപയോഗിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നൽകുന്ന മുദ്രയുടെ പേരെന്താണ്? റഗ്മാർക്ക് മുദ്രയാണ്. അതിപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ്. പിന്നെ അതിൻ്റെ ഉപജ്ഞാതാവ് കൈലാഷ് സത്യാർത്ഥിയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഭാഗം വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ്? നമ്മൾ ഒരു ചോദ്യമാണ് പഠിച്ചത് അല്ലേ കുട്ടികളെ? അല്ലേ കൂട്ടുകാരെ? നമ്മൾ ഒരു ചോദ്യമാണ് പഠിച്ചത്. നമ്മൾ ഒരു ചോദ്യം പഠിച്ച സമയത്ത് നമ്മൾ 4 കാര്യങ്ങൾ പഠിച്ചു. ഒരു ചോദ്യം നമ്മൾ നോക്കിയ സമയത്ത് നമ്മൾ 4 കാര്യങ്ങൾ പഠിച്ചു. കാരണം നമ്മൾ 10 ചോദ്യം പഠിക്കുന്ന നമ്മൾ 40 കാര്യങ്ങൾ പഠിക്കും. നമ്മൾ 10 ചോദ്യങ്ങൾ നമ്മൾ റാൻഡം ആയിട്ടുള്ള 10 ചോദ്യങ്ങൾ എടുത്ത് നമ്മൾ 10 സബ്ജക്റ്റുകളാണ് നമ്മളൊന്ന് കവർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ 2-3 ദിവസം ചെയ്യുമ്പോഴേക്കും നമുക്ക് എങ്ങനെ പോയാലും PSCയുടെ പാറ്റേൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒരു 3 മാസം സമയം കൊണ്ട് ഇങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മാത്രം പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവാം. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് പഠിച്ച് നോക്കുക. കാരണം ചുമ്മാ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് പഠിച്ച് പോകുന്നതുകൊണ്ട് യാതൊരുവിധ ഗുണവും ഇല്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ എന്താണ്? നമ്മൾ കുറേ ഫാക്ട്സ് പഠിക്കും. നമ്മൾ പഠിച്ചത് തന്നെ ആയിരിക്കും. നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടി അത് റിവേഴ്സ് ചെയ്ത് നമ്മളത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല കേട്ടോ. ഇത് മാത്രം പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. സബ്ജക്റ്റ് വൈസ് പഠിക്കണം. സമയമില്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. ജോലിക്ക് പോകുന്നവരും അല്ലാത്തവരൊക്കെ ആയിട്ട് സമയമില്ലാത്തവരുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങിയവരൊക്കെ ഉണ്ടാവും. ഇനി ഒരു 3 മാസം കൊണ്ട് എന്ത് ചെയ്യും, എങ്ങനെ പഠിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടൊരു കാര്യമായിട്ടാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങളിത് എൻ്റെ കൂടെ തയ്യാറാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ പഠിച്ച് പോകാം. ഇപ്പോൾ റാങ്ക് ഫയൽ നോക്കി നടക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്കൊരു ദിവസം ഇപ്പോൾ കൂടെ പഠിച്ച് കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിച്ച് പോകാം. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് തുടങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു വീഡിയോ. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറായിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.